ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് റേഡിയോ ബട്ടൺ ആണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് ഓപ്ഷനുകളിൽ നിന്നും ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു വിഡ്ജറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു ഓപ്ഷൻസ് എല്ലാം അൺസെലക്ട് ആവുന്നതായിരിക്കും. സോ നമ്മൾ റേഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു വാല്യൂ പാരാമീറ്ററായി പാസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു വാല്യൂ അതുപോലെ നമ്മുടെ ഗ്രൂപ്പ് വാല്യൂ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ സെയിം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റേഡിയോ ബട്ടൺ സെലക്ട് ആവുന്നതായിരിക്കും. സോ ഉദാഹരണമായി നമ്മളിവിടെ ഇന്ന് ഈ ചാപ്റ്ററിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ആപ്പാണിത്. സോ നമ്മളിവിടെ സെലക്ട് യുവർ ജെൻഡർ എന്ന് കാണും. സോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ജെൻഡർ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ജെൻഡർ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് മറൈറ്റൽ സ്റ്റാറ്റസ് താഴെ നമുക്കിതുപോലെ മാരീഡ് അൺമാരീഡ് എന്നിങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഈ സംഭവം എങ്ങനെ സെലക്ട് ചെയ്യാം, സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്കൊരു വേരിയബിളിലോട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ബോഡിക്കുള്ളിൽ വന്നതിന് ശേഷം നമുക്കൊരു കോളം വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. കോളം. സോ കോളത്തിനുള്ളിൽ നമുക്ക് ചിൽഡ്രൻ ആണ്. സോ ചിൽഡ്രനുള്ളിൽ നമുക്ക് ആദ്യം ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. കണ്ടെയ്നറിനുള്ളിൽ നമുക്ക് ചൈൽഡായിട്ട് മറ്റൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. കോളം. സോ കോളത്തിനുള്ളിൽ നമ്മൾ ആദ്യം ചിൽഡ്രനിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആണ്. സോ നമുക്കിതിൻ്റെ ഹെഡിങ് കൊടുക്കാം സെലക്ട് യുവർ ജെൻഡർ. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ സെലക്ട് യുവർ ജെൻഡർ എന്ന് ലഭിക്കും. സോ നമുക്കിതിനെ കുറച്ച് സൈസ് കൂട്ടാം. സോ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ ഫോണ്ട് സൈസ് നമുക്കൊരു 20 കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഈ ഒരു കോളത്തിനെ നമുക്കൊരു പാഡിംഗ് കൊടുക്കാം. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീഫാക്ടർ, റാപ്പ് വിത്ത് പാഡിംഗ്. സോ നമുക്കൊരു 15 കൊടുക്കാം. 15 സേവ് ചെയ്യാം. സോ നമുക്ക് കുറച്ച് താഴോട്ട് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് താഴെ വേണ്ടത് മെയിൽ, ഫീമെയിൽ, അതർ എന്ന് പറയുന്ന നമ്മുടെ റേഡിയോ ബട്ടൺസ് ആണ്. സോ അതിൽ ഓരോന്നിനും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് ലഭിക്കണം. സോ നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്ന വിഡ്ജറ്റിന് താഴെ വരുന്നു. സോ അടുത്ത വിഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ലിസ്റ്റ് ടൈലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ലിസ്റ്റ് ടൈൽ. സോ ലിസ്റ്റ് ടൈലിനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന പ്രോപ്പർട്ടി ടൈറ്റിലാണ്. സോ ടൈറ്റിൽ നമ്മൾ കൊടുക്കുന്നത് മെയിൽ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. മെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. അടുത്തായി നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ലീഡിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. നമ്മളിത് ഓൾറെഡി പഠിച്ചതാണ്, മുമ്പുള്ള ചാപ്റ്ററുകളിൽ ഓൾറെഡി പഠിച്ചതാണ്. ലീഡിങ്ങിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് നമ്മുടെ ടെക്സ്റ്റിന് മുമ്പായിട്ട് വരും. ട്രെയിലിങ്ങിൽ എന്താണ് കൊടുക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിന് ശേഷം വരുന്നതാണ്. സോ ലീഡിങ്ങിൽ നമ്മൾ റേഡിയോ എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് കൊടുക്കുന്നു, റേഡിയോ. സോ ഇതിൽ 3 വാല്യൂ ഉണ്ടായിരിക്കും, 3 പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഓക്കെ, വാല്യൂ. സോ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് മെയിൽ എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വാല്യൂ ആണ് സെലക്ട് ആവേണ്ടത്. സോ മെയിൽ. ഗ്രൂപ്പ് വാല്യൂ നമ്മൾ തൽക്കാലം ഇപ്പോഴൊന്നും കൊടുക്കുന്നില്ല. സോ നമ്മൾ ഇതുപോലെ നൾ കൊടുക്കാം തൽക്കാലം. അതിനുശേഷം ഓൺ ചേഞ്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം. സോ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ആണ് കൊടുക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ റിസീവ് ചെയ്യുന്നത് ഒരു പാരാമീറ്റർ റിസീവ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പഠിച്ച വാല്യൂ എന്ന് പറയുന്ന പാരാമീറ്റർ. സോ ഇതിനുള്ളിൽ നമുക്ക് സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ് കൊടുക്കാം. സോ ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എറർ ഉണ്ട്, റിക്വയർഡ് സ്ട്രിംഗ് ഗ്രൂപ്പ് വാല്യൂ. ആ ഗ്രൂപ്പ് വാല്യൂ നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. നമ്മൾ തൽക്കാലം മെയിൽ എന്ന് തന്നെ കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ വാല്യൂയും ഗ്രൂപ്പ് വാല്യൂയും മെയിലാണ്, സെയിം ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ സെലക്ട് ആയത്. ഉദാഹരണമായി ഞാനിവിടെ ഫീമെയിൽ എന്ന് ഗ്രൂപ്പ് വാല്യൂ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ അൺസെലക്ട് ആവുന്നതായിരിക്കും. സോ ഈ ഒരു രീതിയിലാണ് റേഡിയോ ബട്ടൺ പ്രവർത്തിക്കുന്നത്. സോ നമ്മളുടെ ഒരു ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിൽ, ഫീമെയിൽ, അതർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, ജെൻഡറിൻ്റെ ഒരു ഗ്രൂപ്പാണ്. സോ അതിൽ ഓരോ വാല്യൂം അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്രൂപ്പ് വാല്യൂ സെയിം ആയിരിക്കണം. സെയിം ആയിരുന്നാൽ മാത്രമേ അതിൽ ഒരു ബട്ടൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് മറ്റ് ബട്ടൺ എല്ലാം അൺസെലക്ട് ആവുകയുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗ്രൂപ്പ് വാല്യൂവിന് പകരമായി നമ്മളിവിടെ ഡയറക്റ്റ് വാല്യൂ കൊടുക്കുന്നതിന് പകരമായി നമ്മളിവിടെ ഒരു വേരിയബിൾ കൊടുക്കാം, ജെൻഡർ എന്ന് പറയുന്ന വേരിയബിൾ. ഈ വേരിയബിൾ നമുക്ക് മുകളിൽ ഡിഫൈൻ ചെയ്യാം. സോ നമ്മൾ മുകളിൽ പോയതിന് ശേഷം ഇതൊരു സ്ട്രിംഗ് ആയിട്ട് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നു. സ്ട്രിംഗ് നമ്മൾ ജെൻഡർ എന്ന് കൊടുക്കുന്നു. ഇതിലാണ് നമ്മുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. സോ നമുക്കിവിടെ ഒരു എറർ ലഭിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. നമുക്കിത് ഇനീഷ്യലൈസ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് പകരമായി നമുക്കൊരു ഇനീഷ്യൽ വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എറർ പോകുന്നതായിരിക്കും. ഇനി സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം നമ്മുടെ ഗ്രൂപ്പ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്ത വാല്യൂ സെയിം ആകുമ്പോൾ നമ്മുടെ ആ ഒരു റേഡിയോ ബട്ടൺ സെലക്ട് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ ഓൺ ചേഞ്ചർ എന്ന് പറയുന്ന മെത്തേഡിൽ വന്നതിന് ശേഷം സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മെത്തേഡ്, അതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ജെൻഡറിൻ്റെ വാല്യൂ നമ്മൾ ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ആക്കി കൊടുക്കാം. പാസ് ചെയ്യുന്ന വാല്യൂ ആക്കി ഇതുപോലെ കൊടുക്കാം.
സോ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമുക്കിവിടെ ഒരു ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. സോ നമുക്കൊരു ചെറിയ എറർ വന്നിട്ടുണ്ട്. സോ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിതുപോലെ സ്ട്രിങ് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്താൽ മതി. സോ ഇവിടെ വന്നതിന് ശേഷം നമ്മളിതുപോലെ സ്ട്രിങ് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ആ ഒരു എറർ പോയി കിട്ടുന്നതായിരിക്കും. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെലക്ട് ആവുന്നതായിരിക്കും. കാരണം സോ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ അതുകൂടെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ജെൻഡറിൻ്റെ വാല്യൂ നമ്മൾ ഈ പാസ് ചെയ്യുന്നത് അഥവാ മെയിൽ എന്ന് പറയുന്ന വാല്യൂ ആവുന്നതായിരിക്കും. സോ നമ്മുടെ റേഡിയോ ബട്ടൻ്റെ വാല്യൂയും ഗ്രൂപ്പ് വാല്യൂയും സെയിം ആകുമ്പോൾ ആ ഒരു റേഡിയോ ബട്ടൺ സെലക്ട് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ മെയിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് താഴെ വന്നതിന് ശേഷം ലിസ്റ്റ് ടൈൽ നമുക്ക് താഴെ വരാം. നമുക്ക് ഫീമെയിൽ ക്രിയേറ്റ് ചെയ്യാം. താഴോട്ടതുപോലെ കോപ്പി ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടെക്സ്റ്റ് നമുക്ക് ഫീമെയിൽ കൊടുക്കാം. സോ ഫീമെയിൽ ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും സെലക്ട് ആവുന്നതായിരിക്കും. അതിന് കാരണം നമ്മുടെ ഫീമെയിലിൻ്റെ വാല്യൂയും നമ്മുടെ മെയിലിൻ്റെ വാല്യൂയും സെയിം ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഫീമെയിലിൻ്റെ വാല്യൂ ഫീമെയിൽ എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഏതാണോ ക്ലിക്ക് ചെയ്യുന്നത് അത് മാത്രമേ സെലക്ട് ആവുകയുള്ളൂ. സോ നമ്മൾ ഫീമെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിലാണ് സെലക്ട് ആവുന്നതായിരിക്കും, ഫീമെയിൽ സെലക്ട് ആവുന്നതായിരിക്കും. സോ നമ്മുടെ ഗ്രൂപ്പിൽ എത്ര വിഡ്ജറ്റ് ആണോ ഉള്ളത്, റേഡിയോ ബട്ടൺ ആണോ ഉള്ളത്, അതിനെല്ലാം നമ്മൾ സെയിം ഗ്രൂപ്പ് വാല്യൂ കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ മറ്റേത് അൺസെലക്ട് ആവുകയുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ ഫീമെയിൽ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ നമുക്ക് മറ്റതും അടുത്തതും ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ താഴോട്ട് വരുന്നു, കോപ്പി ചെയ്യുന്നു, ഫീമെയിലിന് പകരമായി നമ്മൾ അതർ എന്ന് കൊടുക്കുന്നു. അതർ, അതുപോലെ അതിൻ്റെ വാല്യൂയും നമ്മൾ അതർ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ നമുക്ക് മെയിൽ സെലക്ട് ചെയ്യുമ്പോൾ ബാക്കി രണ്ടും അൺസെലക്ട് ആവും, ഫീമെയിൽ ആകുമ്പോൾ ബാക്കി രണ്ടും ഇതുപോലെ അൺസെലക്ട് ആവുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് റേഡിയോ ബട്ടൺ സിമ്പിളായി നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ലീഡിങ്ങിലാണ് നമ്മളിപ്പോൾ ഇത് കൊടുത്തത്, റേഡിയോ ബട്ടൺ കൊടുത്തത്. ലീഡിങ്ങിന് പകരമായി നമ്മൾ ട്രെയിലിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബട്ടൺ നമ്മുടെ ഈ അവസാന ഭാഗത്തോട്ട് പോകുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ലിസ്റ്റ് ടൈൽ പഠിച്ച സമയത്ത് ആ രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ അൺഡു ചെയ്ത ശേഷം വീണ്ടും സേവ് ചെയ്യുന്നു. സോ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമ്മൾ ലിസ്റ്റ് ടൈലിന് പകരമായി റേഡിയോ ബട്ടൻ്റെ തന്നെ റേഡിയോ ലിസ്റ്റ് ടൈൽ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ഉണ്ട്. അതിൽ നമുക്ക് ലിസ്റ്റ് ടൈലുള്ള എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ താഴെ വരുന്നു, നമ്മൾ മറ്റൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നു. മറ്റൊരു കണ്ടെയ്നർ, ഇതിനുള്ളിൽ നമ്മൾ ചൈൽഡായിട്ട് നമ്മളൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. കോളം, ഇതിൽ ചിൽഡ്രനായി നമ്മൾ ആദ്യം ടെക്സ്റ്റ് വിഡ്ജറ്റ് കൊടുക്കാം. ടെക്സ്റ്റ് വിഡ്ജറ്റ് നമുക്കിവിടെ മറൈറ്റൽ സ്റ്റാറ്റസ് എന്ന് കൊടുക്കാം. അതുപോലെ അതിൻ്റെ സൈസ് സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് സ്റ്റൈൽ ഫോണ്ട് സൈസ് നമുക്കൊരു 20 കൊടുക്കാം, സേവ് ചെയ്യാം. സോ നമുക്ക് ഈ രീതിയിൽ ഇവിടെ മറൈറ്റൽ സ്റ്റാറ്റസ് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് കോളത്തിന് നമുക്കിവിടെ വന്നതിന് ശേഷം നമുക്ക് കണ്ടെയ്നറിന് കളർ കൊടുക്കാം. സോ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് കളേഴ്സ് ഡോട്ട് നമുക്ക് ആംബർ ആക്സെൻ്റ് എന്ന് പറയുന്ന ഈ കളർ കൊടുത്ത് നോക്കാം, സേവ് ചെയ്യാം. സോ നമുക്കിവിടെ സെലക്ട് യുവർ ജെൻഡർ, ഈ ഒരു രീതിയിൽ ഈ ഒരു കളർ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ അടുത്ത മറൈറ്റൽ സ്റ്റാറ്റസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിഡ്ജറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മറൈറ്റൽ സ്റ്റാറ്റസിൽ നമുക്ക് വേണ്ടത് രണ്ട് ഓപ്ഷനാണ്, മാരീഡ് അതുപോലെ അൺമാരീഡ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ നമ്മൾ തൽക്കാലം കൊടുക്കുന്നു. ടെക്സ്റ്റ് വിഡ്ജറ്റിന് താഴെ വരാം. ടെക്സ്റ്റ് വിഡ്ജറ്റിന് താഴെ വന്ന ശേഷം നമ്മളിവിടെ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് റേഡിയോ ലിസ്റ്റ് ടൈൽ എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റാണ്. സോ ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂം, ഗ്രൂപ്പ് വാല്യൂം, അതുപോലെ ലിസ്റ്റ് ടൈലിലെ കുറച്ച് പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ നമ്മൾ വാല്യൂ നമ്മളിവിടെ മാരീഡ് എന്ന് കൊടുക്കുന്നു, മാരീഡ്. അതുപോലെ ഗ്രൂപ്പ് വാല്യൂ സ്റ്റാറ്റസ് എന്ന് കൊടുക്കാം, സ്റ്റാറ്റസ്. അതുപോലെ ഓൺ ചേഞ്ച്ഡ് നമ്മൾ സ്ട്രിങ് വാല്യൂ, അതിനുള്ളിൽ നമ്മൾ സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. സോ അതിന് മുമ്പായി നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് മുകളിൽ പോയതിന് ശേഷം നമുക്കിവിടെ ഇത് താഴോട്ട് കോപ്പി ചെയ്യാം. സ്ട്രിങ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാം, സേവ് ചെയ്യാം. താഴെ വരാം. താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എറേഴ്സ് എല്ലാം പോയി കിട്ടുന്നതായിരിക്കും. സോ ഇനി നമ്മൾ സെറ്റ് സ്റ്റേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാല്യൂ ആയിരിക്കണം, നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കണം. സോ ബേസിക്കലി നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വാല്യൂ പാരാമീറ്ററായി പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനുള്ളിലാണ് നമ്മുടെ ഈ ഒരു വാല്യൂ ഉണ്ടായിരിക്കുക. ഈ ഒരു വാല്യൂ നമ്മുടെ ഗ്രൂപ്പ് വാല്യൂ സെയിം ആകുമ്പോൾ നമ്മുടെ ആ ഒരു ബട്ടൺ സെലക്ട് ആവുന്നതായിരിക്കും, ആ ഒരു ഓപ്ഷൻ സെലക്ട് ആവുന്നതായിരിക്കും. സോ അതുപോലെ നമുക്കിതിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ് നോക്കാം. റേഡിയോ ലിസ്റ്റ് ടൈൽ നമുക്ക് ടൈറ്റിൽ ഇവിടുന്ന് തന്നെ കൊടുക്കാൻ സാധിക്കും. നമുക്ക് ടൈറ്റിൽ നമുക്ക് ടെക്സ്റ്റ്. സോ നമുക്ക് മാരീഡ് എന്ന് കൊടുക്കാം, മാരീഡ്, സേവ് ചെയ്യാം.
സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. ഇത്രയും ഭാഗം നമുക്ക് വീണ്ടും നമുക്ക് താഴോട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, താഴോട്ട് ഇതുപോലെ കോപ്പി ചെയ്യാം. ഇവിടെ നമുക്ക് അൺമാരീഡ് എന്ന് കൊടുക്കാം. അൺമാരീഡ് വാല്യൂ നമുക്ക് അൺമാരീഡ് എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ ലിസ്റ്റ് ടൈലിന് പകരമായിട്ട് നമുക്ക് റേഡിയോ ലിസ്റ്റ് ടൈൽ ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് ലിസ്റ്റ് ടൈലിലെ മറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം അതുപോലെ റേഡിയോ ബട്ടൻ്റെ പ്രോപ്പർട്ടിയും എല്ലാം നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാരീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാരീഡ് സെലക്ട് ആവുന്നതായിരിക്കും. അതുപോലെ അൺമാരീഡ് ആണെങ്കിൽ അൺമാരീഡ് സെലക്ട് ആവുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്റ്റീവ് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. നമുക്കിതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ കളേഴ്സ് ഡോട്ട് റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു കളർ നമുക്ക് ഏതിനാണോ നമ്മളെ കളർ കൊടുത്തത് ആ ഒരു കളർ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആക്റ്റീവ് കളറാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് റേഡിയോ വിഡ്ജറ്റ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാം. ഒരുപാട് ഓപ്ഷനിൽ നിന്നും ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു വിഡ്ജറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഉദാഹരണമായി ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന ഒരു വാല്യൂ എനിക്ക് താഴെ ഒരു ടെക്സ്റ്റ് ലഭിക്കണമെങ്കിൽ അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ തൽക്കാലം ചെയ്യേണ്ടത് നമ്മൾ റേഡിയോ ലിസ്റ്റ് ടൈലിന് താഴെ വരിക. അടുത്ത ഈ കോളത്തിൽ നമ്മൾ അടുത്ത ഒരു വിഡ്ജറ്റായിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് വിഡ്ജറ്റ്. സോ ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ വേരിയബിൾ നെയിം സ്റ്റാറ്റസ് എന്ന് കൊടുക്കാം. സ്റ്റാറ്റസ്. സോ ഈ ഒരു വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കാണിക്കുക. സോ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അൺമാരീഡ് എന്ന് കാണിക്കും. സോ നമുക്കിതിൻ്റെ സൈസ് ഒന്ന് കൂട്ടാം. സോ സ്റ്റൈൽ നമുക്കിവിടെ ടെക്സ്റ്റ് സ്റ്റൈൽ. ഓക്കെ, ടെക്സ്റ്റ് സ്റ്റൈൽ നമുക്ക് ഫോണ്ട് സൈസ് ഒരു 30 കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ മാരീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാരീഡ് ലഭിക്കും. അൺമാരീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺമാരീഡ് ലഭിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലെ വാല്യൂസ് നമുക്ക് മറ്റു വിഡ്ജറ്റുകളിലും ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. അതിനുള്ളൊരു ചെറിയ ഉദാഹരണമാണ് ഇവിടെ കാണിച്ചത്. സോ ഒരു വേരിയബിൾ നെയിം നമ്മൾ എവിടെയാണോ കൊടുക്കുന്നത്, ഏതൊരു വിഡ്ജറ്റിലാണോ കൊടുക്കുന്നത്, ആ ഒരു ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന വാല്യൂ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും.